ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ലൂസിഫർ വ്ളോഗ് ഒരുപാട് പേര് കാണുന്നുണ്ട്, അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ കാണുന്ന എല്ലാവർക്കും കണ്ട എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും. ഈ വ്ളോഗ് ഇട്ടതിന് ശേഷം സബ്സ്ക്രിപ്ഷനൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് കാണുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല, ചുമ്മാ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയതാണ്. കുറച്ച് വെട്ടമൊക്കെ ഉള്ളപ്പോൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പതിയെ കാണാം. ഓക്കെ. ഇവിടെ മദീനച്ചായ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്, ഒരു ഷോപ്പിംഗ് മോള്. അതിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അവിടെ അടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. മോളിലൊക്കെ കിട്ടുന്നതിനേക്കാളും ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അത് ആക്ച്വലി ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ആയിട്ടൊരു ഷോപ്പുണ്ട്. ഒരു ഷോപ്പല്ല, കുറച്ചധികം ഷോപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ നല്ല കുറേ ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടേക്ക് ഇരുന്ന് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ക്ലൈമറ്റുമാണ്, ഒത്തിരി തണുപ്പുമില്ല, ചൂട് തുടങ്ങിയിട്ടും ഇല്ല. അപ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട് ക്ലൈമറ്റിൽ. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അവിടെ പോയി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ മദീനച്ചായതിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ മാർക്കറ്റിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ, കടയും ഞാൻ ഏത് കടയിൽ നിന്നാണ് വാങ്ങണേന്നൊക്കെ കാണിച്ചു തരാം. സൺഫ്ലവർ സീഡ്സ് ആണ്. ഇവിടെയുള്ള എല്ലാ ആളുകളും ഇതിങ്ങനെ പൊട്ടിച്ച്, വളരെ കഷ്ടപ്പാടാണ് പൊട്ടിച്ച് വായിലിടാനൊക്കെ. എല്ലാവരും തന്നെ പൊട്ടിച്ച് വായിലിട്ട് കഴിക്കുന്നതാണ്. സമയമുള്ളവർക്കൊക്കെ രസമാണ്, ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ നല്ല അധ്വാനമാണ് അതിന് പുറകിൽ. അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കാണ്. എനിക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നല്ലത് വാങ്ങിക്കുന്നത്. മജിദൂൽ എന്നാണ് പേര്. നല്ല സോഫ്റ്റ് ആണ്. ഡ്രൈ ആയിട്ട് പാക്കറ്റിലായിട്ട് ഇങ്ങനെ കിട്ടും. അതെ വന്നു ആളെത്തിയാണ്. ഇതാണ് ഈ കടയിലെ ഓണർ. എന്താ പേര്? നാട്ടിലെവിടെയാണ്? മലപ്പുറത്ത് ചേട്ടനാണ്, നല്ല ചേട്ടനാണ്. നമ്മളിവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. നമുക്ക് നല്ല എല്ലാം വില കുറച്ചൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണമെങ്കിൽ ഈ കടയിൽ വന്നു. മദീനച്ചായ മോളിൻ്റെ ഒരു ഏരിയ തന്നെ
ഈ ഗോൾഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്നില്ലേ, ഒരുപാട് ഗോൾഡ് ഷോപ്സ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാം ഒരു 19 ഗോൾഡ് ഷോപ്സ് തന്നെ ആയിട്ടുണ്ട്. നല്ല പുറത്തൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ, നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ ഈ ഗോൾഡിന്റെ കുറേ സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്തേക്ക് പോയാൽ മതി. ഞാൻ സ്വർണ്ണം വാങ്ങാൻ പോകുന്നില്ല, പക്ഷെ കാണിച്ചു തരാം, നമുക്ക് അകത്ത് പോയി കാണാം. അങ്ങനെ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ്, മന്ത്ലി ഷോപ്പിങ്ങിനായിട്ട് ലുലുവിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ UAE-യിലുള്ളവർക്ക് ഉപ്പുപോട്ട് കർപ്പൂരം വരെ വാങ്ങണമെങ്കിൽ എല്ലാവരും വരുന്ന കട ലുലു ആണ്. എല്ലാം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ, എല്ലാ സാധനങ്ങളും കിട്ടി വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഇനി ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടത്തട്ടെ. അതിന് അടുത്ത് 2 മണിക്കൂർ നേരത്തെ ഒരു പ്രൊസീജിയറാണ്. നാട്ടിൽ ബാംഗ്ലൂർ എന്ന സമയത്ത് ബിഗ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്ന പരിപാടിയും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആ ഒരു സംഭവം അത്രയും വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാത്തിനും കടയിൽ തന്നെ നിന്ന് വേണം വാങ്ങാൻ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ 3 സാധനങ്ങൾ വീട്ടിലുണ്ടാക്കാം. ഇത് നമ്മുടെ ഇഡ്ഡലിത്തട്ടാണ്, 3 തട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം, പിന്നെ പുട്ടുണ്ടാക്കാം. പിന്നെ ഞാൻ പുട്ട് എങ്ങനെ ഇതിലുണ്ടാക്കാമെന്ന്. പുട്ടുണ്ടാക്കണമെങ്കിൽ അരിപ്പൊടി കുഴച്ച് തേങ്ങയൊക്കെ ചേർത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണല്ലോ. അപ്പം ഞാൻ എളുപ്പത്തിന് എപ്പോഴും ചെയ്യാറ് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അങ്ങനെ ആക്കുക ചെയ്യാറ്. അപ്പോൾ പല ട്രിപ്പായിട്ടൊന്നും ഉണ്ടാക്കേണ്ട, ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പിട്ട് എന്നാണ് പറയുക, പുട്ടെന്നല്ല പറയാം. നിങ്ങളെന്താ പറയാതെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതില്ലായിരുന്നു വീട്ടിൽ. അപ്പം ഇതൊരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് അത് വാങ്ങിച്ചു. സ്ഥലമുണ്ട് ഇങ്ങനെ നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ, നാട്ടിലെ ചായ കടി അതൊക്കെ കിട്ടുന്ന ഒരുപാട് കടകൾ ഇങ്ങനെ പുറകിലുണ്ട്. ഇനി അവിടെ പോയി ഒരു ചായ കുടിക്കാം. ഒരെണ്ണം മതി. അങ്ങനെ നല്ല ചൂട് ചായയും ചായക്കടയിലും പത്തിരിയും കഴിച്ചുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരു കുട്ടി വ്ലോഗായിരുന്നു. ബട്ട് ഇതൊക്കെയാണ് ലൈഫിൽ റെഗുലറായി നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഈ കാണിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. See you next time. Till then, you take care. Bye-bye. Thank you all for watching the video. Please do subscribe to my channel for more videos and keep loving my channel. Thank you so much.